ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം LD ടൈപ്പിന്റെ ടോപ്പിക് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് LD ടൈപ്പിസ്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, സെപ്റ്റംബർ 5-ാം തീയതി നമ്മുടെ മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ ക്ലാസ്സുകളൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാറേ ഇതൊരു ഫോൾഡർ ആക്കി തരാമോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലാക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എല്ലാ ക്ലാസ്സുകളും ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണേണ്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ ക്ലാസ്സുകളും കൂടി ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും 66 ക്ലാസ്സോളം ഞാൻ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണാനുള്ള പ്രത്യേക സൗകര്യം ഉണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം. കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനെ സംബന്ധിച്ച ക്ലാസ്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ്? വിച്ച് ഈസ് എ വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ്, അതായത് വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ IDE, ഓപ്ഷൻ ബി USB, ഓപ്ഷൻ ബി സി സാറ്റ, ഓപ്ഷൻ ഡി ബ്ലൂടൂത്ത്. ഏതാണ് വിച്ച് ഈസ് വയർലെസ് ടെക്നോളജി സ്റ്റാൻഡേർഡ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബ്ലൂടൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, which is a standard wire replacement communication protocol for lower power consumption? Which is a standard wire replacement communication protocol for lower power consumption? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? കുറഞ്ഞ വൈദ്യുതി ഉപഭോഗത്തിനായുള്ള ഒരു സാധാരണ വയർ മാറ്റിസ്ഥാപിക്കൽ ആശയവിനിമയ പ്രോട്ടോകോൾ ആണ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബ്ലൂടൂത്ത്, ഓപ്ഷൻ ബി IDE കേബിള്, ഓപ്ഷൻ സി USB കേബിള്, ഓപ്ഷൻ ഡി SATA സാറ്റ കേബിള്. ഏതാണ് വിച്ച് ഈസ് എ സ്റ്റാൻഡേർഡ് വയർ റീപ്ലേസ്മെന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ഫോർ ലോവർ പവർ കൺസപ്ഷൻ? ഓപ്ഷൻ എ ആണ് ആൻസർ, ബ്ലൂടൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, name the technology which uses low cost transceiver microchips in each device. Name the technology which uses low-cost transceiver microchips in each device. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? ഓരോ ഉപകരണത്തിലും കുറഞ്ഞ നിരക്കിലുള്ള ട്രാൻസ്സീവർ മൈക്രോചിപ്പുകൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്, അല്ലെങ്കിൽ പേര് നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓപ്ഷൻസിനകത്ത് നോക്കുക, അതിൻ്റെ അകത്ത് ഏതാണ് അതിനുള്ള പേര് നോക്കുക. ഓപ്ഷൻ എ IDE, ഓപ്ഷൻ ബി USB, ഓപ്ഷൻ സി SATA, ഓപ്ഷൻ ഡി ബ്ലൂടൂത്ത്. ഏതാണ്? Name the technology which uses low cost transceiver microchips in each device. Option D ആണ് ആൻസർ, ബ്ലൂടൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, how many devices can be connected to Bluetooth at the same time? How many devices can be connected to Bluetooth at the same time? ഒരേ സമയം എത്ര ഉപകരണങ്ങള് ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 2,
ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ സി 8. ഏതാണ് ഇതിന്റെ ആൻസർ? ഹൗ മെനി ഡിവൈസസ് ക്യാൻ ബി കണക്റ്റഡ് ടു ബ്ലൂടൂത്ത് അറ്റ് ദ സെയിം ടൈം? ഓപ്ഷൻ ഡി ആണ് ആൻസർ 8. അടുത്ത ക്വസ്റ്റ്യൻ. Which technology is used to transfer files from one mobile phone to another without cables? Which technology is used to transfer files from one mobile phone to another without cables? അതായത് കേബിളുകൾ ഇല്ലാതെ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫയലുകൾ കൈമാറാൻ ഏത് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ IDE, ഓപ്ഷൻ ബി USB, ഓപ്ഷൻ സി SATA, ഓപ്ഷൻ ഡി ബ്ലൂടൂത്ത്. Which technology is used to transfer files from one mobile phone to another without cables? ഓപ്ഷൻ ഡി ആണ് ആൻസർ ബ്ലൂടൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. Which device is used to send music and photos between a PC and a mobile phone without cable? Which device is used to send music and photos between a PC and a mobile phone without cable? അതായത് കേബിൾ ഇല്ലാതെ ഒരു PCക്കും മൊബൈൽ ഫോണിനും ഇടയില് മ്യൂസിക്കും ഫോട്ടോകളും അയക്കാൻ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ IDE, ഓപ്ഷൻ ബി USB, ഓപ്ഷൻ സി SATA, ഓപ്ഷൻ ഡി ബ്ലൂടൂത്ത്. ഏതാണ്? വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു സെൻഡ് മ്യൂസിക് ആൻഡ് ഫോട്ടോസ് ബിറ്റ്വീൻ എ PC ആൻഡ് എ മൊബൈൽ ഫോൺ വിത്തൗട്ട് കേബിൾ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ബ്ലൂടൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. Which system is used by Bluetooth for broadcasting? Which system is used by Bluetooth for broadcasting? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? ഏത് സംവിധാനമാണ് ബ്ലൂടൂത്ത് പ്രക്ഷേപണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സാറ്റലൈറ്റ്, ഓപ്ഷൻ ബി മൈക്രോവേവ്സ്, ഓപ്ഷൻ സി ടെലിഫോൺ ലൈൻസ്, ഓപ്ഷൻ ഡി റേഡിയോ കമ്മ്യൂണിക്കേഷൻ. വിച്ച് സിസ്റ്റം ഈസ് യൂസ്ഡ് ബൈ ബ്ലൂടൂത്ത് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. The range of Bluetooth may vary from dash. The range of Bluetooth may vary from dash. ബ്ലൂടൂത്തിന്റെ പരിധി ഡാഷ് മുതൽ ഡാഷ് മീറ്റർ വരെ വ്യത്യാസപ്പെടാം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 10 to 100 മീറ്റർ, ഓപ്ഷൻ ബി 10 to 200 മീറ്റർ, ഓപ്ഷൻ സി 10 to 300 മീറ്റർ, ഓപ്ഷൻ ഡി 10 to 400 മീറ്റർ. The range of Bluetooth may vary from option A and answer 10 to 100 meter. Other question. Which device enable Bluetooth when it is plugged into the computer? Which device enable Bluetooth when it is plugged into the computer? അതായത് കമ്പ്യൂട്ടറിൽ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഏത് ഉപകരണമാണ് ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ CD, ഓപ്ഷൻ ബി DVD, ഓപ്ഷൻ സി ഡോങ്കിൾ, ഓപ്ഷൻ ഡി പെൻ ഡ്രൈവ്. വിച്ച് ഡിവൈസ് ഇനേബിൾ ബ്ലൂടൂത്ത് വെൻ ഇറ്റ് ഈസ് പ്ലഗ്ഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ ഡോങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ.
For pairing Bluetooth devices, it needs dash. For pairing Bluetooth devices, it needs a dash. അതായത് ബ്ലൂടൂത്ത് ഉപകരണങ്ങള് ജോഡിയാക്കുന്നതിന് അത് ആവശ്യമാണ്. ഏത് ആവശ്യമാണ്? ഓപ്ഷൻ നോക്കാം. ഫോർ പെയറിംഗ് ബ്ലൂടൂത്ത് ഡിവൈസസ് ഇറ്റ് നീഡ്സ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കീവേഡ്, ഓപ്ഷൻ ബി കീ കോഡ്, ഓപ്ഷൻ സി പാസ്കോഡ്, ഓപ്ഷൻ ഡി പാസ്വേഡ്. ഏതാണ്? ഫോർ പെയറിംഗ് ബ്ലൂടൂത്ത് ഡിവൈസസ് ഇറ്റ് നീഡ്സ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, പാസ്കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ. The shortcut key to select device manager is dash. The shortcut key to select device manager is a dash. Device manager തിരഞ്ഞെടുക്കാനുള്ള കുറുക്ക് വഴിക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ കൺട്രോൾ പ്ലസ് എക്സ്, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് ഡി, ഓപ്ഷൻ സി കൺട്രോൾ വിൻ പ്ലസ് എക്സ്, ഓപ്ഷൻ ഡി വിൻ പ്ലസ് ഡി. ഏതാണ്? ദ ഷോർട്ട് കട്ട് കീ ടു സെലക്ട് ഡിവൈസ് മാനേജർ ഈസ്. ഓപ്ഷൻ സി ആണ് ആൻസർ, വിൻ പ്ലസ് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. After Bluetooth is installed, it is shown in dash. After Bluetooth is installed, it is shown in dash. അതായത് ബ്ലൂടൂത്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അത് ഡാഷിൽ കാണിക്കും എന്നാണ് ചോദിച്ചത്. ഏതിലാണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഡെസ്ക്ടോപ്പ്, ഓപ്ഷൻ ബി സിസ്റ്റം ട്രേ, ഓപ്ഷൻ സി മൈ കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി മൈ ഡോക്യുമെന്റ്. ആഫ്റ്റർ ബ്ലൂടൂത്ത് ഈസ് ഇൻസ്റ്റാൾഡ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ഓപ്ഷൻ ബി ആണ് ആൻസർ, സിസ്റ്റം ട്രേ. അടുത്ത ക്വസ്റ്റ്യൻ. In DVD-ROM, data can be dash. In DVD-ROM, data can be dash. അതായത് DVD-ROMല് ഡേറ്റ ഡാഷ് കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റീഡ്, ഓപ്ഷൻ ബി റിട്ടേൺ, ഓപ്ഷൻ സി ഇറൈസ്ഡ്, ഓപ്ഷൻ ഡി ഡിലീറ്റഡ്. In DVD-ROM data can be. ഓപ്ഷൻ എ ആണ് ആൻസർ, റീഡ്. അതായത് DVD-ROMല് ഡേറ്റ വായിക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ. In DVD-RW data can be dash. In DVD-RW data can be dash. അതായത് DVD-RWല് ഡേറ്റ ഡാഷ് കഴിയും. ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ റെക്കോർഡഡ് ഒൺലി, ഓപ്ഷൻ ബി റെക്കോർഡഡ് ബട്ട് നോട്ട് ഇറൈസ്ഡ്, ഓപ്ഷൻ സി റെക്കോർഡഡ് ആൻഡ് ഇറൈസ്ഡ് ഓൺലി വൺ ടൈം, ഓപ്ഷൻ ഡി റെക്കോർഡഡ് ആൻഡ് ഇറൈസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്. ഇൻ DVD-RW ഡേറ്റ ക്യാൻ ബി recorded and erased multiple times. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതായത് അടുത്ത ക്വസ്റ്റ്യൻ. The expansion of AVCHD format is a dash. The expansion of AVCHD format is a dash. AVCHD ഫോർമാറ്റിന്റെ വിപുലീകരണമാണ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അഡ്വാൻസ്ഡ് വീഡിയോ കോഡിംഗ് ഹിന്റ് ഡെഫിനിഷൻ, ഓപ്ഷൻ ബി അഡ്വാൻസ്ഡ് വീഡിയോ കോഡിംഗ് ഹൈ ഡെഫിനിഷൻ, ഓപ്ഷൻ സി അഡ്വാൻസ്ഡ് വിഷ്വൽ കോഡിംഗ് ഹിന്റ് ഡെഫിനിഷൻ, ഓപ്ഷൻ ഡി അഡ്വാൻസ്ഡ് വിഷ്വൽ കോഡിംഗ് ഹൈ ഡെഫിനിഷൻ. ദ എക്സ്പാൻഷൻ ഓഫ് AVCHD format is. ഓപ്ഷൻ ബി ആണ് ആൻസർ, അഡ്വാൻസ്ഡ് വീഡിയോ കോഡിംഗ് ഹൈ ഡെഫിനിഷൻ. വിപുലമായ വീഡിയോ കോഡിംഗ്
ഹൈ ഡെഫിനിഷൻ എന്നാണ് അതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ. ദ എക്സ്പാൻഷൻ ഓഫ് AVCHD ഫോർമാറ്റ് ഈസ് അഡ്വാൻസ്ഡ് വീഡിയോ കോഡിംഗ് ഹൈ ഡെഫിനിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. A typical recordable DVD can hold about dash. A typical recordable DVD can hold about a dash. അതായത് റെക്കോർഡ് ചെയ്യാവുന്ന ഒരു സാധാരണ DVDക്ക് ഏകദേശം ഡാഷ് GB ഉൾക്കൊള്ളാൻ കഴിയും. എത്ര GB ഉൾക്കൊള്ളാൻ കഴിയും? ഓപ്ഷൻ എ 4.7 GB, ഓപ്ഷൻ ബി 40 MB, ഓപ്ഷൻ സി 50 MB, ഓപ്ഷൻ ഡി 60 MB. A typical recordable DVD can hold about 4.7 GB. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The process of recording source material onto an optical disc is called dash. The process of recording source material onto an optical disc is called dash. അതായത് ഒപ്റ്റിക്കൽ ഡിസ്കിലേക്ക് സോഴ്സ് മെറ്റീരിയൽ റെക്കോർഡ് ചെയ്യുന്ന പ്രക്രിയയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ എ ബേണിംഗ്, ഓപ്ഷൻ ബി റീഡിംഗ്, ഓപ്ഷൻ സി അക്സെപ്റ്റിംഗ്, ഓപ്ഷൻ ഡി ആക്സസിംഗ്. The process of recording source material onto an optical disc is called option A and answer burning. Other question. DVD can be replaced by dash. DVD can be replaced by dash. DVD ക്ക് പകരം ഡാഷ് ഡിസ്കുകൾ ഉപയോഗിക്കാം. ഏതാണ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഫ്ലോപ്പി ഡിസ്ക്, ഓപ്ഷൻ ബി ബ്ലൂറേ ഡിസ്ക്സ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് ഡിസ്ക്, ഓപ്ഷൻ ഡി ഇന്റേണൽ ഹാർഡ് ഡിസ്ക്. ഏതാണ് ഉത്തരം? DVD can be replaced by ഓപ്ഷൻ ബി ആണ് ആൻസർ ബ്ലൂറേ ഡിസ്ക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Which disk is used to enable recording high definition video? Which disk is used to enable recording high definition video? എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? ഹൈ ഡെഫിനിഷൻ വീഡിയോ റെക്കോർഡിംഗ് പ്രവർത്തനക്ഷമമാക്കാൻ ഏത് ഡിസ്ക് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ CD, ഓപ്ഷൻ ബി DVD, ഓപ്ഷൻ സി DVD-RW, ഓപ്ഷൻ ഡി ബ്ലൂറേ ഡിസ്ക്. Which disk is used to enable recording high definition video? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ബ്ലൂറേ ഡിസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. Name the disk which has storage capacity more than 5 times that of traditional DVD. Name the disk which has storage capacity more than 5 times that of traditional DVD. എന്താണ് ആ ചോദ്യത്തിന് അർത്ഥം? എന്താണ്? പരമ്പരാഗത DVDയുടെ 5 ഇരട്ടിയിലധികം സംഭരണശേഷിയുള്ള ഡിസ്കിന് പേര് എന്താണ്? പേര് നൽകുക എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ CD, ഓപ്ഷൻ ബി CDR, ഓപ്ഷൻ സി CDRW, ഓപ്ഷൻ ഡി ബ്ലൂറേ DVD. ഏതാണ് ആൻസർ? Name the disk which has storage capacity more than 5 times that of traditional DVD. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ബ്ലൂറേ DVD. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.